നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. വണ്ടിക്ക് എന്ത് പറ്റിയതാ? പെട്രോൾ തീർന്നോ? ആരും കൂടെ ഇല്ലല്ലോ. ഞാനിവിടെ തനിച്ച് എന്ത് ചെയ്യും? ഇവിടുന്ന് ഇപ്പൊ എങ്ങനെ പോവും? സഹായത്തിന് ആരെയും കാണുന്നില്ലല്ലോ. എന്റെ കണ്ണ, ആരെങ്കിലും ഇതുവഴി ഒന്ന് വന്നെങ്കിൽ. ആരും ഇങ്ങോട്ട് വരാണല്ലോ. ഹലോ, ഹെൽപ്പ് മീ, ഒന്ന് സഹായിക്കണേ. ഹലോ, help me. Hey, please, hello. ഞാനിതെന്താ കണ്ടത്? ഇവിടെ നിന്ന് നായ്ക്കളെ കാണാനില്ലല്ലോ. എനിക്കിപ്പോ എന്താ ഇങ്ങനെ തോന്നാൻ കാരണം? കൊന്ത എവിടെ? പെട്ടെന്ന് അതെങ്ങനെ കാണാതായി? ഇതിവിടെ എങ്ങനെ വന്നു? റോസ്മേരി ഹോസ്റ്റൽ. സർ, ഞാനാണ് ശ്രുതി. ഇവളാണ് വൃന്ദ ഒരാൾക്കൊപ്പം പോകുന്നത് കണ്ട പെൺകുട്ടി. ഇവളാ ഞങ്ങളോട് വൃന്ദയെ കണ്ട കാര്യം വന്ന് പറഞ്ഞത്. ശ്രുതി, വൃന്ദ ഒരാൾക്കൊപ്പം ഒളിച്ചോടി പോയെന്ന് നിനക്കുറപ്പാണോ? ഇല്ലാത്ത കാര്യം ആരെങ്കിലും നിന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണെങ്കിൽ ഭവിഷ്യത്ത് ഗുരുതരമായിരിക്കും. ആരോടൊപ്പമാണ് വൃന്ദ പോയത്? കുട്ടിക്ക് ആളിനെ അറിയാവോ? ആളിനെ എനിക്കറിയില്ല. അയാള് ഹെൽമെറ്റ് ധരിച്ചിരുന്നു. അയാൾക്കൊപ്പം വൃന്ദ സ്കൂട്ടറിൽ പോകുന്നതാ ഞാൻ കണ്ടത്. വൃന്ദ ഒളിച്ചോടിയതാണെന്ന് കുട്ടിക്ക് തോന്നിയോ? അയാൾക്കൊപ്പം അവള് പോകുന്നത് ഞാൻ കണ്ടു. വേറൊന്നും എനിക്കറിയില്ല. നീ രാവിലെ കോളേജിലേക്കല്ലേ പോയത്? പിന്നെങ്ങനെ അമ്പലത്തിലെത്തി? ഞാൻ കോളേജിലേക്ക് പോകും വഴി അമ്പലത്തിലേക്ക് പോയതാ മാം. നീ ഇപ്പൊ പറഞ്ഞതിൽ സത്യമില്ലെന്ന് തെളിഞ്ഞാൽ നിനക്ക് പണിഷ്മെന്റ് ഉണ്ടാവും, അറിയാലോ. ഞാൻ കണ്ടതാ മാഡം. ഒരാള് കണ്ണിൽ കണ്ട കാര്യം പറഞ്ഞിട്ടും ആർക്കും വിശ്വാസമാവുന്നില്ലല്ലോ. റിയലി ഇവിടെ എന്താ സംഭവിച്ചോണ്ടിരിക്കുന്നത്? വൃന്ദ ഒരു യുവാവിനൊപ്പം ഒളിച്ചോടിപ്പോയി. അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കാനാ ബാക്കി 4 പേരും സ്ഥലം വിട്ടത്. അവരെ മറ്റുള്ളവർ കണ്ടെത്താനോ അവരുടെ കാര്യത്തിൽ ആരെങ്കിലും ഇടപെടാനോ
അവരാഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ ഫോണിൽ കിട്ടാത്തത്. എനിക്ക് വന്ന അനോണിമസ് കോൾ ഫേക്ക് അല്ലെന്ന് ഇപ്പൊ മേഡത്തിന് മനസ്സിലായില്ലേ? ഇതെല്ലാം സംഭവിച്ചിട്ട് മാഡം എന്തിനാണ് ആ 5 പെൺകുട്ടികളെ സംരക്ഷിക്കുന്ന നിലപാടെടുക്കുന്നത്? ഈ ഒളിച്ചോട്ടത്തില് മാഡത്തിന് എന്തെങ്കിലും റോളുണ്ടോ? സർ, നിങ്ങളുടെ പങ്ക് പുറത്തു വരുമോ എന്നുള്ള ഭയമാണോ ഈ ഡിഫൻസ്?